Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഓൺ ഇന്ത്യൻ നാഷണലിസം. നോക്കാം നമുക്ക്. Politics in the West have dominated Western ideals, and we in India are trying to initiate you. Okay. Our initial problem in India is not political, it is social. Each nation must be conscious of its mission. Okay. From the very beginning, India has a problem of race. So, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ 3, ഈച്ച് നാഷൻ മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ഇറ്റ്സ് മിഷൻ, ഒരു നാഷന്റെ പർപ്പസ് എന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വരുന്ന സമയത്ത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഏറ്റവും അനുയോജ്യമായി നമുക്ക് തോന്നുന്നത് ഫ്രം ദ വെരി ബിഗിനിങ് ഇന്ത്യ ഹാസ് എ പ്രോബ്ലം ഓഫ് സ്റ്റേറ്റ്. അപ്പൊ അതിനുശേഷം ഇന്ത്യനെ കുറിച്ച് പറയുന്നു. CD. Then option A, politics in the West have dominated Western ideals and we in India are trying to initiate it. So, അതിനുശേഷം വെസ്റ്റിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നു. CDA. ഓപ്ഷൻ ബി അടുത്തത്, അവർ റിയൽ പ്രോബ്ലം ഇൻ ഇന്ത്യ ഇസ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് സോഷ്യൽ, ഒരു കൺക്ലൂഷൻ പോലെ. CDAB ഇവിടെ ഓപ്ഷൻസിൽ വരുന്നില്ല. അപ്പം ഇതും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം പലപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാനും പറ്റും. സോ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് വരുന്നത് എപ്പോഴും നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് ഈ ചോദ്യവും. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ഈസ് കാൾ മാർക്സ് ഫോർമുലേഷൻ ഓഫ് ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ഇൻ എ ജംബിൾഡ് ഓർഡർ. ഓക്കെ, കാൾ മാർക്സിന്റെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തന്നിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ദ റിലേഷൻസ് ആർ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് കറസ്പോണ്ട് ടു a definite stage of development of the material productive forces. Okay, the relations are indispensable and independent of the will. The sum total of these relations of production constitute the economic structure of society, the real foundation of a given society. Option D. In social production of life, men enter into definite relation. സോ നമുക്ക് മാർക്സിസം എപ്പോഴും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സോഷ്യൽ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഈ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത്. സോ D ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം റിലേഷൻഷിപ്പ് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നു, DA. പിന്നെ അതിനുശേഷം സം ടോട്ടൽ ഓഫ് ദീസ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക് സ്ട്രക്ചറിനെ കുറിച്ചും അതിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നു, DCA. DACB ആണ് നമുക്കവിടെ ഉത്തരം വരുന്നത്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ പറയാൻ പറ്റുന്നത്. ഓക്കെ, അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 and 2. സോ കുറച്ച് സ്പീച്ചസും ബുക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ തുടർന്നുള്ള ഐഡിയാസ് ആണ്. സോ നോക്കാം. വിൽസൺസ് 14 പോയിന്റ് സ്പീച്ച്. വിൽസൺസ് 14 പോയിന്റ് സ്പീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കാര്യം ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയസിൽ നാഷണൽ ഫോർമേഷൻ സമയത്ത് ഉള്ളതാണ്. സോ നമുക്ക് ഓപ്ഷനിൽ ഇവിടെ നോക്കുന്ന സമയത്ത് ട്രയംഫ് ഓഫ് റൈബൽസ് ആണ്. സോ ഓക്കെ, എ ജനറൽ അസോസിയേഷൻ ഓഫ് നാഷൻസ് മസ്റ്റ് ബി ഫോംഡ്. നാഷൻസ് ഫോം ചെയ്യണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫേലിയ, അല്ലെ അവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം വരുന്നത്. സോ A3 ആയിട്ട് നമുക്ക് മാച്ച് ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. B നോക്കാം. ഫ്രാൻസിസ് ഫുക്കുമന്റെ എൻഡ് ഓഫ് ഹിസ്റ്ററി ആണ് ലിബറലിസത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. സോ അതിന്റെ ട്രയംഫിനെ കുറിച്ചും പറയുന്നു. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ B ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഡേവിഡ് ഹെൽസിന്റെ കോസ്മോപൊളിറ്റിക്കൽ മോഡൽ ഓഫ് ഡെമോക്രസി, ക്രിയേഷൻ ഓഫ് റീജിയണൽ പാർലമെന്റ്സിന്റെ ഐഡിയാസ് ആണ്. സോ അല്ലെ അവിടേക്കാണ് നമുക്ക് മാച്ച് ആക്കാൻ പറ്റുന്നത്. ഓക്കെ, G. ജോൺസ് ഇക്കിഹെറിസ് ക്രൈസിസ് ഓഫ് ലിബറൽ ഓർഡർ,
ഡിക്ലറേഷൻ ഓഫ് സോവറിറ്റി നോംസ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, മാച്ച് പിന്നെയും മാച്ച് ഫോളോയിങ് തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. DPSP ആണ്, ഡയറക്ടറി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ആർട്ടിക്കിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് നമുക്ക് നോക്കിയാൽ കാര്യം എളുപ്പമാവും. നമുക്ക് നോക്കാം എന്തായാലും. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 14ലാണ് ആർട്ടിക്കിൾ 14ലാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ 43A ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെന്റ്സ് ആർട്ടിക്കിൾ 49ലാണ് പറഞ്ഞിരിക്കുന്നത്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 15 ആണ് ഇവിടെ. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി ഈസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റൈൽ അല്ല, എക്കണോമിക് അമേരിക്കൻ സ്റ്റൈൽ ടൈപ്പ്. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് തോന്നാം, പക്ഷേ അതുമല്ല. ഇവിടെ ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി ഏറ്റവും ഒരു എക്സാമ്പിളായി പറയാൻ പറ്റുന്ന അഥേനിയൻ ടൈപ്പ് തന്നെയാണ്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. നോക്കാം അടുത്തത്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. One is labeled as assertion and the other is labeled as reason. So നോക്കാം. Robert Nozick illustrated negative liberty in his writing. ഓക്കെ, ശരിയാണ്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ നെഗറ്റീവ് ലിബർട്ടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. റീസൺ 2, അക്കോർഡിംഗ് ടു റോബർട്ട് നോസിക്, ദ പ്രൈമറി ത്രെറ്റ് ടു ലിബർട്ടി ഈസ് ദ ഇമ്പോസിഷൻ ഓഫ് ഒബ്ലിഗേഷൻ ടു വിച്ച് വൺ ഹാസ് നോട്ട് കൺസെന്റഡ്. ഓക്കെ, അതും ശരി തന്നെയാണ്. ലിബർട്ടീൻ്റെ പ്രൈമറി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ കൺസെന്റ് കൊടുക്കാതെ ഒരു ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ ദ പ്രൈമറി ത്രെറ്റ് ടു ലിബർട്ടി ഈസ് ദ ഇമ്പോസിഷൻ ഓഫ് ഒബ്ലിഗേഷൻ ടു വിച്ച് വൺ ഹാസ് നോട്ട് കൺസെന്റഡ്. സോ അതും ശരിയായ ഒരു തന്നെയാണ്. പക്ഷേ അസേഷന്റെ അല്ലെങ്കിൽ എയിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് 6 കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂസിങ് ആണ്. അതൊരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അതല്ല. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്.